അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ എന്ന് നമ്മൾ പഠിക്കുകയാണ്. ആ ഇസ്മ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ ഒരാൾ ചൊല്ലിയാൽ എത്രയും പെട്ടെന്ന് അവനക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞ ഒരു അമലാണ്, ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു അമലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ അമൽ നമ്മൾ പഠിക്കുകയും ഉപയോഗിക്കുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക. ഏതാണ് എങ്ങനെയാണെന്നറിയാൻ ഇൻഷാ അല്ലാഹ് മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന മുസ്തഫാ മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ദിവസം പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നക്ക് അതിന്റെ തുടർച്ചയായ ക്ലാസുകൾക്ക് നാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഇസ്മാകുന്ന അല്ലാഹ് എന്നുള്ള ഇസ്മിനെ കുറിച്ച്, അതിന്റെ ചില അമലുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളും ഇൻഷാ അല്ലാഹ് ഓരോ ക്ലാസുകളിലായി, ഓരോ മജ്ലിസുകളിലായി, ഓരോ വീഡിയോകളിലായി 99 ഇസ്മുകളും അതിന്റെ മഹത്വങ്ങളും അതിന്റെ ചില അമലുകളും അതിന്റെ ചില ഫലങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം എന്ന് കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ 99 ഇസ്മുകളിൽ അല്ലാഹ് എന്നുള്ള ഇസ്മാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടാമത്തെ ഇസ്മാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ അനുഗ്രഹീതമായ രണ്ടാമത്തെ ഇസ്മു റഹ്മാൻ എന്നുള്ള ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹ. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, മനോഹരമായ ഇസ്മുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച ഇസ്മുകളുടെ മഹത്വങ്ങളും അതിന്റെ ചികിത്സാ രീതികളും അതിന്റെ പ്രത്യേകതകളും അതിന്റെ ആത്മീയ പരിഹാര മാർഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ന് റഹ്മാൻ എന്നുള്ള ഇസ്മാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റഹ്മാൻ എന്നുള്ള ഇസ്മ നമുക്കറിയാം, വിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്ന ഒരു ഇസ്മാണ്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ബിസ്മി കൊണ്ടാണ്. ആ ബിസ്മിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഇസ്മാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അല്ലാഹു റഹ്മാൻ റഹീം. 3 വിഷയങ്ങൾ, 3 ഇസ്മുകൾ ബിസ്മിയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹി ഒന്ന് അല്ലാഹു എന്നുള്ളത്, റഹ്മാനി ഒന്ന് റഹ്മാൻ എന്നുള്ളത്, മറ്റൊന്ന് റഹീം എന്നുള്ളത്. അപ്പൊ അതിലെ റഹ്മാനി എന്നുള്ള ഇസ്മാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റഹ്മാൻ എന്നുള്ള ഇസ്മാണ് ചർച്ച ചെയ്യുന്നത്. ബിസ്മിയിൽ മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഖുർആനിന്റെ 1-ാമത്തെ സൂറ സൂറത്തുൽ ഫാത്തിഹയിലും അല്ലാഹു ഈ ഇസ്മു പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. റഹ്മാനി എന്നുള്ള ഇസ്മു പറഞ്ഞിട്ടുണ്ട്, റഹീം എന്നുള്ള ഇസ്മു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഹീം എന്നുള്ള ഇസ്മു ധാരാളം നമുക്ക് കാണാൻ കഴിയും വിശുദ്ധമായ ഖുർആനിൽ. അങ്ങനെയുള്ള പരിശുദ്ധമായ റഹ്മാൻ എന്നുള്ള ഇസ്മ എന്താണ് അതിന്റെ അർത്ഥം? റഹ്മാൻ എന്നാലും റഹീം എന്നാലും അതിന്റെ അർത്ഥം ഏകദേശം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. റഹ്മത്ത് ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ, കാരുണ്യമാൻ, കാരുണ്യം ചെയ്യുന്നവൻ, കരുണയുള്ളവൻ എന്നൊക്കെയാണ് റഹ്മാനിന്റെയും റഹീമിന്റെയും അർത്ഥം. എന്നാൽ അതിന്റെ ആഴത്തിലേക്ക് പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് തഫ്സീറുകളൊക്കെ പരിശോധിക്കുമ്പോൾ, ഫാത്തിഹയുടെ അർത്ഥം പറയുകയാണെങ്കിലും ബിസ്മിയുടെ അർത്ഥം പറയുകയാണെങ്കിലും അവിടേക്ക് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ഗുണം ചെയ്യുന്ന അല്ലാഹ്. ദുനിയാവില് അള്ളാഹ്ക്ക് ഇബാദത്ത് ജീവിക്കുന്നവരുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, നോമ്പെടുക്കുന്നവരുണ്ട്. അതല്ല അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. 2 വിഭാഗത്തിനും ദുനിയാവിൽ അള്ളാഹു കരുണ ചെയ്യും. അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്, അത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. അതുകൊണ്ടാണ്
ഈ ഇവിടെ എത്രയോ തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളും സന്തോഷത്തോടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നത് അള്ളാഹു റഹ്മാനായതുകൊണ്ടാണ്. അപ്പോൾ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും ദുനിയാവിൽ വഴിപ്പെടാത്തവർക്കും എവിടെ ഗുണം ചെയ്യും, എവിടെ റഹ്മത്ത് ചെയ്യും? ദുനിയാവിൽ റഹ്മത്ത് ചെയ്യുന്ന അള്ളാഹ് എന്നാണ് റഹ്മാനിന്റെ അർത്ഥം. എന്നാൽ റഹീമിന്റെ അർത്ഥം അങ്ങനെയല്ല. ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് റഹ്മത്ത് ചെയ്യുന്ന അള്ളാഹ്. അപ്പൊ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ആരാണ്? അവർക്ക് മാത്രമേ പരലോകത്ത് ഗുണം ചെയ്യുള്ളൂ. അപ്പൊ റഹ്മാനാണോ റഹീമാണോ വലുത്? റഹ്മാനാണോ റഹീമാണോ വലുത്? നമ്മൾ ചിന്തിക്കുക. റഹ്മാൻ എന്ന് പറയുന്ന അനുഗ്രഹമാണ്, റഹീം എന്ന് പറയുന്ന അനുഗ്രഹമാണ് വലുത്. റഹീം എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാരല്ലേ അള്ളാഹിനെ അനുസരിക്കുന്നുള്ളൂ. അപ്പൊ കുറച്ചു പേർക്കല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് റഹ്മത്ത് ചെയ്യേണ്ടി വരുള്ളൂ. എന്നാൽ റഹ്മാൻ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു കരുണ ചെയ്യാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങളല്ലാത്തവർക്കും അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എല്ലാവർക്കും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യാണ്. അപ്പൊ റഹ്മാനാണോ റഹീമാണോ വലുത്? എണ്ണത്തിലേക്ക് നോക്കുമ്പോൾ റഹ്മാനാണ് വലുതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ വണ്ണത്തിലേക്ക് നോക്കുമ്പോൾ റഹീമാണ് വലുത്. കാരണം ദുനിയാവിന്റെ അനുഗ്രഹം എന്ത് ആഖിറത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ റഹീം തന്നെയാണ് വലുത്. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ റഹ്മത്ത്. അപ്പൊ ദുനിയാവിലെ ആവശ്യങ്ങൾ നമ്മൾ തേടുമ്പോൾ, ദുനിയാവിലെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാനൊക്കെ നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ റഹ്മാനായ അല്ലാഹ്, റഹ്മാനിന്റെ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ വിഷയം. റഹ്മാനിന്റെ ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് അമലുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ധാരാളം റഹ്മാൻ എന്ന ഇസ്മിന്റെ അമലുകൾ നമുക്ക് ആത്മീയ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. റഹ്മാൻ എന്നുള്ള ഇസ്മിന്റെ അമലുകൾ ഗഫലത്ത് മാറി കിട്ടാൻ വേണ്ടി. ചില ആളുകൾക്ക് അശ്രദ്ധ ഉണ്ടാവില്ല, ജോലിയിൽ ശ്രദ്ധ ഉണ്ടാവില്ല, കുടുംബത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ജീവിതത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ഇബാദത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, തിന്നുക, കുടിക്കുക, ടോയ്ലറ്റ് പോവുക, ഉറങ്ങുക, ഒരു ഗഫലത്തില് ആയി ജീവിക്കുന്ന ആളുകളുണ്ടാവും, അശ്രദ്ധയിൽ. അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു അശ്രദ്ധ മാറിക്കിട്ടാൻ, ഒരു ഉണർവും ഉന്മേഷവും ഒരു ഉഷാറും ഒരു ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് റഹ്മാന്റെ അമല് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. അതുപോലെ ഹൃദയത്തിന്റെ കാഠിന്യം, ചില ആളുകൾക്ക് ഭയങ്കര കാഠിന്യമായിരിക്കും. കുടുംബങ്ങളോട് ദേഷ്യം, അയൽവാസികളോട് ദേഷ്യം, സഹപ്രവർത്തകരോട് ദേഷ്യം, മേലുദ്യോഗസ്ഥരോടും കീഴുദ്യോഗസ്ഥരോടും ദേഷ്യം, ഇങ്ങനെയൊക്കെ ഭയങ്കര കട്ടിയുള്ള മനസ്സുമായി എത്ര ഒരു ആക്സിഡന്റ് കണ്ടാൽ പോലും അവന്റെ മനസ്സിന് ഒരു റഹ്മത്ത് വരൂല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടാൻ റഹ്മാനിന്റെ അമല് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഒരൊറ്റ അമലാണ് പറയുന്നത്. ഈ ഒരു അമല് ആവശ്യ പൂർത്തീകരണത്തിനുള്ളതാണ്. ആവശ്യങ്ങൾ നടക്കാൻ നമുക്കൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? കല്യാണം നടക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. എത്ര പെണ്ണുകാരോട്ടും കല്യാണം ശരിയാകുന്നില്ല, തടസ്സങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ വീട് വെക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. ആ ആവശ്യം നിറവേറി കിട്ടാൻ, അല്ലെങ്കിൽ ജോലി ലഭിക്കുക എന്നുള്ളത് ആവശ്യമാണ്. എത്ര ഇന്റർവ്യൂ പോയി പാസ്സാകുന്നില്ല, വിളിക്കാമെന്ന് പറയും പക്ഷെ വിളിക്കുന്നില്ല. നാട്ടിൽ ജോലി തേടി അലയുന്നവരുണ്ട്, വിദേശത്ത് ജോലി തേടി അലയുന്നവരുണ്ട്, വിസ കഴിയാറായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ വാഹനം മേടിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരിക്കാം. ഒരു വാഹനം മേടിക്കാൻ വേണ്ടി സമ്പത്ത് കൂട്ടിവെക്കും, പക്ഷെ അവസാന നിമിഷമാകുമ്പോൾ വേറെന്തെങ്കിലും വഴിയിലൂടെ അത് ചെലവായി പോകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ, ജയിൽ മോചിതനാകാൻ വേണ്ടി, മുതലാളിയിൽ നിന്ന് അല്ലെങ്കിൽ അറബിയിൽ നിന്ന് ലീവ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ഭൗതികപരമായ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിന്റെ ഒരു അമലാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം 41 പ്രാവശ്യം സ്വലാത്തു നാരിയ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ വഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് എന്ന് തുടങ്ങുന്ന സ്വലാത്തു നാരിയ 41 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം ജുമുഅക്ക് വേണ്ടിയിട്ട് സ്ത്രീകളാണെങ്കിൽ ളുഹർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നേരത്തെ കുളിച്ച് ഒരുങ്ങിയിരിക്കുക. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളിച്ച് ഒളു ഉണ്ടാക്കി നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് അല്ലെങ്കിൽ പള്ളിയിലേക്കൊക്കെ ജുമുഅക്ക് നേരത്തെ പോയി ഇബാദത്തുകളിലായി ളുഹർ വരെ കഴിച്ചു കൂട്ടുക, അല്ലെങ്കിൽ ജുമുഅ വരെ കഴിച്ചു കൂട്ടുക.
അങ്ങനെ ജുമാക്ക് ശേഷം ളുഹറിന് ശേഷം ളുഹറിന്റെയും അസറിന്റെയും ഇടയിലായി 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലുക, തഹ്ലീൽ ചൊല്ലുക. അങ്ങനെ അസറിന് ശേഷം, അസർ നിസ്കരിച്ചതിന് ശേഷം മഗ്രിബിന്റെ മുമ്പായിട്ട് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ എന്നുള്ള ദിക്ർ, എന്നുള്ള ഇസ്മ മാക്സിമം അധികരിപ്പിക്കുക. ഇത്ര എണ്ണം എന്നില്ല, മാക്സിമം അധികരിപ്പിക്കുക. അതിനുശേഷം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ, ഒരു യാസീൻ, 3 ഇഖ്ലാസ്, 2 മുഅവ്വദതൈനി ഓതിയിട്ട്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് ഓതിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ, ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ, കല്യാണം ശരിയാകാൻ വേണ്ടിയിട്ടാണോ, വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണോ, കിട്ടാനുള്ള കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, ജയിൽ മോചിതനാകാൻ വേണ്ടിയിട്ടാണോ, ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, വാഹനം മേടിക്കാൻ വേണ്ടിയിട്ടാണോ, ഒരാളിൽ നിന്ന് പൈസ കടം കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഇങ്ങനെ ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞ അത്ഭുതകരമായ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ്. റഹ്മാൻ എന്നുള്ള ഇസ്മിന്റെ ഒരൊറ്റ അമലാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് 1-2 അമലുകൾ വീതം ബാക്കിയുള്ള 99 ഇസ്മുകളിലെ ബാക്കി 97 ഇസ്മുകൾ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു എന്നുള്ള ഇസ്മിന്റെ ചില അമലുകൾ നമ്മൾ കഴിഞ്ഞ മജ്‌ലിസിൽ പറഞ്ഞു. അതേപോലെ റഹ്മാൻ എന്നുള്ള ഇസ്മിന്റെ ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ പറഞ്ഞു. ഒരെണ്ണൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, സമയം മജ്‌ലിസിന്റെ വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു ഇസ്മിന്റെ, റഹീം എന്നുള്ള ഇസ്മിന്റെ ഏതാനും ചില അമലുകൾ നമുക്ക് പഠിക്കാം. അങ്ങനെ തുടങ്ങി 99 നാമങ്ങളും അതിന്റെ മഹത്വങ്ങളും അതിന്റെ മാക്സിമം അമലുകളും നമുക്ക് പരിചയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ജീവിക്കാനും അതുകൊണ്ട് വിജയിക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.